എന്താ ചേട്ടന്റെ പേര്? ജനാർദ്ദനൻ ചേട്ടൻ. കളിവീണ ചേട്ടൻ തന്നെ നിർമ്മിക്കുന്നതാണോ? എത്ര നാളായിട്ട് ഈ ഒരു കളിവീണ? വർഷങ്ങളായി. ചേട്ടന്റെ സ്ഥലം എവിടാ? തിരുവനന്തപുരം കാലടി. തിരുവനന്തപുരം കാലടി. ഇപ്പൊ കൊല്ലത്ത് എങ്ങനെ വന്ന്? എല്ലാ വർഷവും വരാറുണ്ട്. ഇത് എന്തൊക്കെയാ സാധനങ്ങളെന്നൊന്ന് പറയാമോ ഇതിനകത്ത് വരുന്നത്? ഈറ, മൺചട്ടി. ഈറ എന്ന് പറഞ്ഞ മുളയാണ് ഇതിനകത്ത് വരുന്നത് അല്ലേ? ഇത് മുള. ആ മുളയുണ്ട്. മൺചട്ടി, മണ്ണിന്റെ ചട്ടി. മൺചട്ടിക്കകത്ത് പേപ്പർ. എന്ത് പേപ്പർ അതിനകത്ത് വെച്ചേക്കുന്നത്? കളർ പേപ്പർ പേപ്പറാണ്. ഇവിടെ ബ്രൗൺ പേപ്പറാണ് വരുന്നത്. ഓക്കെ. ആ കമ്പിക്ക് ഓട്ടോറിക്ഷ ആക്സിലേറ്റർ കേബിൾ. ഓട്ടോറിക്ഷയുടെ ആക്സിലേറ്റർ കേബിൾ ആണ് ഈ ഒരു കമ്പിയായിട്ട് വരുന്നത്. എത്ര കമ്പി വരുന്നുണ്ട് ഇതിനകത്ത്? 2 കമ്പി 1 കമ്പി. 2 കമ്പി 1 കമ്പി. എന്തിന്റെ നൂല്? കൈത ചെടി ഉണ്ടല്ലോ. കൈത വെട്ടിക്കൊണ്ടുവന്ന് എടുക്കുന്നതാണ്. കൈത വെട്ടിക്കൊണ്ടുവന്ന് ചേട്ടൻ തന്നെ നിർമ്മിക്കുന്ന ഇതല്ല. കൈതയുടെ നൂലുണ്ട്. ഈ കമ്പ് എന്താ വരുന്നത്? മുളയുടെ തന്നെ കമ്പ. എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? ഞാന് സ്കൂളിൽ പഠിച്ചപ്പോഴേ തുടങ്ങിയ പരിപാടിയാണ്. സ്കൂളിൽ പഠിച്ചപ്പോഴേ? ഷാജഹാൻ എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നു. എന്റെ ആശാൻ ഷാജഹാൻ എന്ന് പറഞ്ഞ ആളാണ്. ചേട്ടന്റെ ആശാൻ ഷാജഹാൻ എന്ന് പറയുന്ന ആളാ. പുള്ളി മരിച്ചിട്ട് 3-4 വർഷമായി. അദ്ദേഹം മരിച്ചിട്ട് 3-4 വർഷമായി. പുള്ളിക്കാരനും തിരുവനന്തപുരക്കാരനാണോ? ചേട്ടൻ നേരത്തെ വയലിൻ പഠിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? മേടിച്ച് പഠിക്കുക. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് അദ്ദേഹം പഠിപ്പിച്ചാണോ അതോ സ്വന്തമായിട്ട് പഠിച്ചോ? ഒരുവിധം പഠിച്ചു വന്നപ്പോ പിന്നെ പുള്ളിക്കാരനോട്ട് കൂടി പിന്നെ ആശാന്റെ ശിഷ്യനായിട്ട് മാറി. ഇത് പക്ഷേ ഇപ്പം പൊതുവെ ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇത് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വായിക്കാൻ പറ്റുമോ? പഠിക്കേണ്ട ചെറിയ മെത്തേഡ് പറഞ്ഞു കൊടുക്കും. ചെറിയ മെത്തേഡ് പറഞ്ഞു കൊടുക്കും. അതെങ്ങനെ ചെറിയ മെത്തേഡ് എന്ന് പറഞ്ഞുതരാമോ? നേരെ എടുക്കുക. സൗണ്ട് തെരഞ്ഞു പോയാൽ സൗണ്ട് കേൾക്കത്തില്ല. നേരെ എടുക്കുക. എന്നിട്ട് വിരൽ കമ്പിയുടെ മേലിടുക. 1 2 3 4 അതേപോലെ അങ്ങോട്ട് 1 2 3 4 തെറ്റാതെ എടുക്കണം. 1 2 3 4 അതേപോലെ 1 2 3 4 ഇങ്ങനെ എടുക്കണം. എത്ര രൂപ വില? 150-നും 100-നും കൊടുക്കണം. ചെറിയ 100 150-നും 100-നും കൊടുക്കാറുണ്ട്. കളിവീണ അന്നേരം ഒരു ഏകദേശം കുട്ടിക്കാലം മുതൽ ഈ ഒരു ഫീൽഡിലുണ്ട്. ഇനിയിപ്പോ കൊല്ലം പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെ കാണാൻ കിട്ടും ജനാർദ്ദനൻ ചേട്ടനെ? ഇപ്പൊ ഈ വർഷത്തെ പരിപാടിയൊക്കെ തീർന്നു. മുഖത്തലുണ്ട്. മുഖത്തല ഉത്സവത്തിനും കാണും. ഇന്നിവിടെ തന്നെയാണോ സ്റ്റേ? പോവും. എവിടെ തിരിച്ചു പോവും? എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഓക്കെ. ഇപ്പൊ ഇനി എത്ര വീണ ഉണ്ട് കയ്യിൽ നമ്മുടെ കളി വീണ? ഇത്ര ഇരിക്കുക. എത്രണ്ണം കൊണ്ടുവന്നയാ? 50-എണ്ണത്തിനകത്ത് കൊണ്ടുവന്നയാ. 50-എണ്ണത്തിനകത്ത് ഒരു 20 വിറ്റ് പോയോ? അത്രേ ഉള്ളു. ഇത് ബാക്കി കൂടെ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയി. ഓക്കെ. ഇനി എന്തായാലും ചേട്ടനെ കാണുന്നുണ്ടെങ്കിൽ മുഖത്തല ഉത്സവത്തിന് കാണാം. കൊല്ലം പൂരത്തിന് വന്നപ്പോ യാദൃച്ഛികമായിട്ട് കണ്ടൊരു മനുഷ്യനാണ് കേട്ടോ. നല്ല അതിമനോഹരമായിട്ട് ദാണ്ടെ കളിവീണ വായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു വയലിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുമോ? ഞാൻ പഠിച്ചിട്ടില്ല. എന്നാലും എന്തെങ്കിലും വയലിൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഭക്ഷണം വല്ലതും കഴിച്ചോ? കഴിച്ച്. ഒരെണ്ണം കൂടെ നമുക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ? എങ്കിലും ഒരു മാസ്റ്റർ പീസ് ഐറ്റം. ജന്മസിദ്ധമായിട്ട് കുറെ ആളുകൾക്ക് ചില കഴിവുകൾ കിട്ടും. ഇപ്പൊ ചേട്ടൻ ഒരു വയലിൻ പഠിക്കുന്ന പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളം മൊത്തം അറിയപ്പെടേണ്ട ഒരാളായി മാറിയേനെ. എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം.